ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതൊട്ടും എണ്ണയില്ലാതെയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി എന്തൊക്കെ വേണമെന്ന് ആദ്യം നോക്കാം. ഒരു വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 100 ഗ്രാം ഡേറ്റ്സ്, ഒരു വലിയ വെളുത്തുള്ളി, ആവശ്യത്തിന് വിനാഗിരി, കടുക്, പിന്നെ വേണ്ടത് ചൂടാക്കി പൊടിച്ചെടുത്ത ഉലുവ, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, മുളക് പൊടി, കുറച്ച് പഞ്ചസാര. ഇതൊക്കെയാണ് ഇതിന് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യം തന്നെ ബീട്രൂട്ട് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ഡേറ്റ്സ് ആണ്. അതിൻ്റെ കുരു കളഞ്ഞ് അതും ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഒരു പ്രഷർ കുക്കർ എടുത്ത് അതിലേക്ക് മുറിച്ച് വെച്ച ബീട്രൂട്ട്, ഡേറ്റ്സ്, ഒരു വെളുത്തുള്ളി, ഒരു കപ്പ് വെള്ളം, 3 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇത് നന്നായി തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പൊടികളാണ്. 1 ടീസ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചെടുത്തത്, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് ആദ്യം ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഇനി ചേർക്കാനുള്ളത് വിനീഗറാണ്. അതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് അടിച്ചെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ അടിക്കണം. ഈ ഒരു ലൂസ് കിട്ടുന്നത് വരെ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വെള്ളം തീരെ ചേർക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ വിനീഗർ ഒഴിച്ച് ലൂസാക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ചേർക്കാനുള്ളത് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയുമാണ്. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബിരിയാണിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇത് ഇനി ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് കുറേ നാളത്തേക്ക് നിങ്ങൾക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.